തിരൂർ മലയാളം സർവകലാശാലയ്ക്കെതിരെ ഗുരുതര വെളിപ്പെടുത്തൽ നടത്തിയ ഗവേഷക വിദ്യാർത്ഥിനി സമരമുഖത്ത്. അധ്യാപകനിൽ നിന്നുണ്ടായ ജാതി അധിക്ഷേപം തുറന്നു പറഞ്ഞ നീതിക്കായി സമരരംഗത്തിറങ്ങിയിരിക്കുകയാണ് വിദ്യാർത്ഥിനി. സർവകലാശാല അധികൃതരിൽ നിന്ന് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ടുള്ള സമരത്തിന് വിവിധ സംഘടനകളുടെ പിന്തുണയും ലഭിച്ചതോടെ സംഭവം കൂടുതൽ ശ്രദ്ധേയമാകുന്നു. ഗവേഷക വിദ്യാർത്ഥിനിക്ക് അധ്യാപകനിൽ നിന്ന് നേരിടേണ്ടി വന്നത് കടുത്ത ജാതി അധിക്ഷേപവും പീഡനങ്ങളുമെന്ന പരാതി. എറണാകുളം സ്വദേശിയായ ഗവേഷക വിദ്യാർത്ഥി അനഘ ശശിയാണ് നീതി തേടി സർവകലാശാല കവാടത്തിൽ സമരമുഖത്തുള്ളത്. ആരോപണ വിധേയനായ അധ്യാപകരെ മാറ്റി നിർത്തി വിഷയം സർവകലാശാലയ്ക്ക് പുറത്തുള്ള ഏജൻസിയെക്കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാണ് ആവശ്യം. സമരത്തിന് പിന്തുണയുമായി പി.കെ. നവാസ് എം.എൽ.എ. ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും വിവിധ വിദ്യാർത്ഥി ബഹുജന സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. സർവകലാശാല അധികൃതർക്ക് നിരവധി തവണ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് വിദ്യാർത്ഥിനി പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. വിദ്യാർത്ഥിനിയുടെ പ്രധാന ആരോപണം ഗവേഷണ വിഷയവുമായി യാതൊരു ബന്ധമില്ലാത്ത ഇതര ജോലികൾ ചെയ്യാൻ അധ്യാപകൻ നിർബന്ധിച്ചുവെന്നതാണ്. സർവകലാശാലയിലെ തൂപ്പുപണി, പൊടി തുടയ്ക്കൽ, ലാബിലെ വസ്തുക്കൾ അടുക്കിവയ്ക്കൽ തുടങ്ങിയ ഗവേഷണേതര ജോലികൾ ചെയ്യിപ്പിച്ചുവെന്നാണ് ഗുരുതര കണ്ടെത്തൽ. പഠനത്തിലും ഗവേഷണത്തിലും യാതൊരുവിധ സഹായവും നൽകിയില്ലെന്ന് മാത്രമല്ല, മാനസികമായി തകർത്തു കളയുന്ന സമീപനമാണ് അധ്യാപകരിൽ നിന്നുണ്ടായതെന്ന് അനഘ വ്യക്തമാക്കി. നിനക്ക് കഴിവുള്ളതുകൊണ്ടല്ല ഫെല്ലോഷിപ്പ് ലഭിച്ചത്, നിന്റെ ജാതി ആനുകൂല്യം കൊണ്ടാണ് ഫെല്ലോഷിപ്പ് കിട്ടിയതെന്ന് അധ്യാപകൻ നിരന്തരം അധിക്ഷേപിച്ചിരുന്നതായി വിദ്യാർത്ഥിനി വെളിപ്പെടുത്തുന്നു. ഇവിടെ നിന്ന് PhD നേടണമെങ്കിൽ തന്റെ വാക്കുകേട്ട് നടക്കണമെന്ന് അധ്യാപകൻ ഭീഷണിപ്പെടുത്തിയിരുന്നതായും വിദ്യാർത്ഥിനി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു. എന്നാൽ പരാതികളിൽ അന്വേഷണം നടത്താനോ കുറ്റക്കാരനായ അധ്യാപകനെതിരെ നടപടിയെടുക്കാനോ അധികൃതർ തയ്യാറായില്ല. നിരവധി തവണ അവഗണനയുടെയും നീതി നിഷേധത്തിന്റെയും അനുഭവങ്ങൾ നേരിടേണ്ടി വന്നതോടെയാണ് വിദ്യാർത്ഥിനി സർവകലാശാല കവാടത്തിൽ സമരമിരിക്കുന്നത്. കനത്ത മഴയെയും പ്രതികൂല കാലാവസ്ഥയും അവഗണിച്ച് നീതി ലഭിക്കും വരെ സമരം തുടരുമെന്ന ഉറച്ച നിലപാടിലാണ് വിദ്യാർത്ഥിനി. വിഷയം വിവാദമായതോടെ സർവകലാശാല അധികൃതരുടെ നിലപാടുകൾക്കെതിരെ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. എന്നാൽ വിദ്യാർത്ഥിനിയുടെ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുന്ന സമീപനമാണ് സർവകലാശാല സ്വീകരിച്ചത്. പരാതിയിൽ വ്യക്തതയില്ലെന്നും അധ്യാപകനെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നുമാണ് സർവകലാശാലയുടെ വാദം.